ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് പറയുന്നത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് എല്ലാവരും മെലോ ഡ്രാമ തയ്യാറാക്കാനായിട്ട്. അങ്ങനെ അതിനിടയിൽ പവർ റൂമിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജാസ്മിൻ, ഗബ്രിയും അപ്സരയും റസ്മിനും അർജുനും ഇരിക്കുന്ന മുറിയിൽ വാതിൽ പൂട്ടുകയാണ് ഗൈസ്. അങ്ങനെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ജാസ്മിനും ഗബ്രിയും വീട്ടിലുള്ളവരുമായിട്ടും പവർ ടീമുമായിട്ടും അടിയാവുകയാണ്. പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ടാസ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺഫ്യൂഷനിലാണ് അതിനകത്തിരിക്കുന്നത് അവർ. ഗബ്രിക്കും ജാസ്മിനും പണി കൊടുക്കുക, അവരുടെ പവർ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ ഒരു പരിപാടി ഒപ്പിച്ചത്. ഈ സമയത്ത് ഗബ്രി ഭയങ്കര ദേഷ്യപ്പെട്ട് ജിൻഡോൻ അതും വിളിക്കുന്നുണ്ട്. ജാസ്മിൻ ഒടുവിൽ ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ അപ്സരയൊന്നും പറയുന്നില്ല. ഒടുവിൽ ജാസ്മിൻ പറയുന്നുണ്ട് അവൾക്ക് പീരീഡ്സ് ആണ്, പുറത്തിറങ്ങണം, എപ്പോഴേ ബാത്റൂം പോകേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഗബ്രി പറയുന്നത് ഗബ്രിക്ക് വാഷ്റൂം പോകണം, മാനുഷിക പരിഗണന കൊടുക്കുന്നില്ല എന്നൊക്കെയാണ്. പവർ ടീം തിരിച്ച് ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഇവരോട് എല്ലാ കാര്യത്തിലും. സത്യം പറഞ്ഞാൽ പീരീഡ്സിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി ബാക്കിയുള്ളവർ പെട്ടു. അപ്പോൾ ജിൻഡോന് ഗബ്രി എന്തൊക്കെയോ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തി. ഗബ്രി ക്ഷമ പറയുകയാണെങ്കിൽ തുറന്നു കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എങ്കിൽ എന്നെ മാത്രം ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ തെറ്റിയത് ബാക്കിയുള്ളവരെ പുറത്ത് വിടുന്നു. അപ്പോഴത്തേക്ക് സീൻ പറയുന്നു അപ്പോൾ പിന്നെ നിനക്ക് ബാത്റൂമിൽ ഇനി പോകേണ്ടടാന്ന്. അപ്പോൾ നിൻ്റേതൊരു ഡ്രാമയാണെന്നാണ് അവൻ പറയുന്നത്. നിനക്ക് ജാസ്മിനോട് ഭയങ്കര സ്നേഹമാണ്, അതാണ് ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, നീ അച്ഛനും അമ്മയാണ്, തേങ്ങയാണ്, ഭർത്താവാണെന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെയാണ് നീ മാപ്പ് പറ, എങ്കിൽ തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവർ പറയുന്നത് പവർ ടീം ക്ഷമിക്കുകയാണ് ഗബ്രിയോട്. കാരണം ജാസ്മിൻ ഈ ഒരു അവസ്ഥയിൽ അതൊരു തെറ്റാണ്. മിക്കവാറും അത് പവർ ടീമിനെതിരായി വരുമെന്ന് അവർക്ക് തന്നെ പേടിയായും തോന്നുന്നു. ജാസ്മിനും ഗബ്രി ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് ഗൈസ്. പിന്നീട് 3 ടീമും മെലോ ഡ്രാമ കണ്ടക്ട് ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇടയ്ക്ക് ആദ്യത്തത് മാത്രം എനിക്കിഷ്ടപ്പെട്ടു. ജിൻഡോനെയും ജാൻമണീനെയും കാണിക്കുന്നുണ്ടല്ലോ, അത് ജിൻഡോയുടെ സ്മോക്കിംഗ് ഹാബിറ്റ്സ് നന്നായിട്ട് അപ്സര കാണിക്കുന്നുണ്ട്. സമയം കൊണ്ട് ചെയ്തതായി നമുക്ക് അംഗീകരിക്കും. ഇന്ന് നടത്തിയ പ്രോഗ്രാമിൽ കൂടുതൽ പോയിൻ്റ് നേടി തണൽ ടീമാണ് ജയിക്കുന്നത്. മെലോ ഡ്രാമയിൽ ചിലതൊന്നും കൺവിൻസ് ചെയ്യാൻ നോക്കിയൊന്നും അത്രയ്ക്കൊന്നും ഏറ്റിട്ടില്ല. എന്നാലും നമ്മൾ അണ്ടർസ്റ്റുഡ് ചെയ്യുക, അത്ര തന്നെ. സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ജാസ്മിനും അഭിഷേകിനോടും ജിൻഡോടും സംസാരിക്കുന്നതാണ്. അതേസമയം തന്നെ ഒരു ടീംസ് മാറിയിരുന്നവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഹാസ്യാത്മകമായി കളിയാക്കുന്നുണ്ട്. അതോ അഭിഷേക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി വന്നപ്പോഴത്തേ അഭിഷേക് പതുക്കെ ഞാൻ സംസാരിച്ചത് അവരുടെ സൈഡിൽ നിന്നുണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞിങ്ങനെ സേവ് ആവാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ജാസ്മിൻ പറയുന്നതിനൊക്കെ സത്യം എന്താണെന്ന് മനസ്സിലായിട്ടും ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പവർ ടീമിനെ നീ മനസ്സിലാക്കിയിട്ടും ഓക്കെ ആയിക്കോട്ടെ, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ കളിക്കും, ആരെ കുറ്റപ്പെടുത്തിയാലും കളിക്കും എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.